മുഖത്ത് ഇത്രയും വലിയ കണ്ണടയുണ്ടല്ലോ, എന്നിട്ട് കണ്ണാണാൻ വയ്യേ? അതി പോട്ടെ, ഇറ്റ്സ് ഓക്കെ. ചേച്ചി ഒന്നും ഉണ്ടായിരുന്നു, ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ? ഓ അതെങ്ങനാ? ഇതൊക്കെ അറിയാനുള്ള വിവര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലേ ഇവനൊക്കെ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. ആദി, ആരോടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അറിയോ? അയ്യോ, ജോലിക്കാരെ കുറച്ച് മര്യാദയൊക്കെ വേണം മുത്തച്ഛ. അഴുക്കും പൊടിയും തുടച്ച തുണിയെടുത്ത് മനുഷ്യരുടെ മുഖത്തേക്കാണ് കുടയുന്നേ. മതി എന്നല്ലേ പറഞ്ഞത്? ഇതാണ് ശ്രീനാഥ്, നമ്മുടെ അമ്മുന്റെ ചെക്കൻ. പണിക്കാരെ മാത്രം വഹിപ്പിച്ച ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാ ഞാൻ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. ആ ആദി, ശ്രീനാഥിനോടൊരു സോറി പറഞ്ഞിട്ട് പോയിക്കോ. അയ്യോ വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? സോറി. ഇവിടെ വന്ന കാര്യവും നിന്നെ കണ്ട കാര്യമൊക്കെ നമ്പ്യാർ സാർ പറഞ്ഞു. നിന്നെ ഒത്തിരി ഇഷ്ടമായി സാറിന്. വെടിക്കുകയാണെന്നാ പറഞ്ഞ. ആ പിന്നെ പൂജയ്ക്ക് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾ വന്നോളാം ശ്രീകുട്ട. ശരി എന്നാ. എന്നാ ശരി, അമ്പലത്തിൽ കാണാം. മാളു ഇങ്ങി വന്നേ. എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഏട്ടൻ വിട്ടോ, പൂജയ്ക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ടാവും. ശരി. മാമജി, ഇങ്ങോട്ട് പോണ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞ് പോയതല്ലേ നീ? പിന്നെന്താ പെട്ടെന്ന് മടങ്ങിയത്? വരേണ്ട ഒരു കാര്യം ഉണ്ടായി, പറയാം. അല്ല, നിങ്ങളെവിടെ പോയതാ? അത് ഇവനൊരു പെണ്ണ് കാണല്. ആ, എല്ലാരും കൂടി വീടും പൂട്ടി പോയത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്നിട്ട് എന്തായി? ഇതെങ്കിലും ഒത്തോ? അതിന് ഇവനും കൂടി ഒന്ന് മനസ്സ് വയ്ക്കണ്ടേ? ഞങ്ങളുടെ കണ്ണടയും മുമ്പ് ഇവനൊരു ജീവിതം ഉണ്ടായി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സകല സൗഭാഗ്യങ്ങളും വാരിക്കോരി തന്ന ദൈവം ഞങ്ങളോട് ചെയ്ത ചതിയ ഞങ്ങളുടെ ഈ പുത്രൻ. മാമജി, അമ്മ അന്തപുരത്തിന്റെ അപ്പോ ഇതും പാളി അല്ലേ അളിയ? എന്നങ്ങോട്ട് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. പാളുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിറങ്ങി. അളിയ, ഒരു പ്രശ്നമുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് ഒഴിഞ്ഞുപോയൊരു തലവേദന വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? പുത്തൻപുരയ്ക്കൽ അച്യുതൻ നമ്പ്യാരുടെ കാര്യം. എന്താ പുറപ്പാട്? ഞങ്ങള് ദേവി ഒന്ന് തൊഴുന്നിട്ട്. ആദ്യം തൊഴേണ്ടത് ദേവിയല്ല, വിഘ്നേശ്വരനെയാ. ഓഹോ, ദേ ആ വഴി എല്ലാവരും എന്റെ പിന്നാലെ വന്നാ മതി. അത് ശരി. ആ നടന്നോ. നല്ല പോസിറ്റീവ് വൈബുള്ള കുട്ടിയല്ലേ? അല്ല, മൊത്തത്തിൽ ഇവിടെ നല്ല പോസിറ്റീവ് ആംബിയൻസ് ആണല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ. അയാളുടെ നോട്ടം കണ്ടാൽ തന്നെ മതി, ഒരുമാതിരി പെമ്പിള്ളാരെ കണ്ടിട്ടില്ലാത്ത പോലെ. അത് ഞാനും ശ്രദ്ധിച്ചു. അമൃതേച്ചി അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടക്കാൻ ഞാൻ വിടില്ല. നീ കാണുന്നില്ല ഇവിടെ നടക്കുന്നതൊന്നും. എന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാ ഇപ്പൊ ഈ പൂജയോടെ തുടങ്ങുന്നത്. ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ള പ്രതീക്ഷയൊക്കെ
ഓരോ ദിവസം കഴിയുന്തോറും നഷ്ടമായിക്കൊണ്ടിരിക്കുക. ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് ആവാതെ. അറ്റ കൈക്ക് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഞാൻ അയാളോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ആരോട്? ആ ശ്രീനാഥനോട്. എന്നിട്ട് അയാളെ കല്യാണം കഴിക്കാൻ ചേച്ചിക്ക് താല്പര്യമില്ലെന്ന് അയാൾ അറിയണം. ഒന്നില്ലെങ്കിലും ആളൊരു മാഷല്ലേ, കാര്യം പറഞ്ഞ മനസ്സിലാവുമായിരിക്കും. അത് വേണോ? അയാളത് മുത്തശ്ശനോട് പറഞ്ഞാലോ? അറിഞ്ഞാൽ അറിയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ചേച്ചിയുടെ കണ്ണ് നനയാതിരിക്കാൻ ഞാൻ എന്ത് നേരിടേണ്ടി വന്നാലും അത് ഞാൻ നേരിട്ടോളാം. കാര്യങ്ങൾ മനസ്സിലാവുമ്പോ അയാൾ സ്വയം ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ചേച്ചി ധൈര്യമായിട്ടിരിക്കും. ശ്രീനാഥനെ കൊണ്ട് തന്നെ ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറയിച്ചിരിക്കും. ചേച്ചി അങ്ങോട്ടേലും അമ്മ അന്വേഷിക്കും. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം.